മിഡിൽ ഈസ്റ്റ് ഏഷ്യ, അതായത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ്, മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ജിയോ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും ചേഞ്ച് ആകുകയാണ് എന്നാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ്. അതായത് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രോക്സികൾ അറ്റാക്ക് നടത്തുന്നു. അതിനുശേഷം ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സിംബോളിക്കായിട്ട് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു. കാര്യങ്ങളുടെ പോക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വളരെ രസകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ തീരുമാനം എടുക്കാൻ പോകുന്നത് ഇറാനായിരിക്കും. കാരണം ഇറാന് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞ 40 വർഷം കൊണ്ട് ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെ സാങ്ഷൻ കൊണ്ട് ആ രാജ്യത്തിന് ഒരു നേട്ടവും ഉണ്ടായില്ല. അവിടെ പട്ടിണിയും അതേപോലെ തന്നെ തൊഴിലില്ലായ്മയും എക്കോണമി നാശമായിട്ട് മാറി. ഇവിടെയാണ് ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അത് ഇറാൻ സ്വയമേ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. ഇറാൻ എന്ത് നേട്ടമുണ്ടായി? എല്ലാ രീതിയിലും ഇറാന് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അവർ സ്പെൻഡ് ചെയ്തിട്ട് ഇതേപോലെയുള്ള ഹൂത്തിയും ഹിസ്ബുള്ള അൻസാർ ഇങ്ങനെയുള്ള ഹമാസ് ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് പോലും ഇറാന് പൂർണ്ണമായിട്ടും നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇറാൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സ്വന്തം രാജ്യത്ത് ഷിയ സുന്നി പ്രശ്നം. കഴിഞ്ഞ 3 മാസം കൊണ്ട് 500-ലധികം ഇറാനികളാണ് സുന്നികളുമായിട്ടുള്ള ഫൈറ്റിലും ബോംബ് സ്ഫോടനത്തിലും വിവിധ ഭാഗങ്ങളിൽ മരിച്ചിരിക്കുന്നത്. അവിടെയും ഇറാന് നഷ്ടം മാത്രമാണ്. ഡൊമസ്റ്റിക് ഇഷ്യൂ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഈ ഒരു അവസരത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായി വരുന്നത്. അതായത് ഇപ്പം നമുക്കറിയാവുന്ന വസ്തുതയാണ്, ഇറാൻ ഏകദേശം 300 മിസൈലും ഡ്രോൺസും മറ്റുള്ള സംഭവങ്ങളെല്ലാം കയറി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പോൾ അമേരിക്ക കർക്കശമായിട്ട് ഇസ്രായേലിനോട് പറയുന്നു, ഒരു കാരണവശാൽ റിട്ടാലിയേഷൻ ഇറാനെ തിരിച്ചടിക്കുവാൻ വേണ്ടി ഞങ്ങൾ കാണില്ല. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും നാറ്റോ രാജ്യങ്ങളും എല്ലാവരും ഒരുമിച്ച് ഇസ്രായേലിനോട് പറയുന്നു, ഇറാനുമായിട്ട് അറ്റാക്ക് ചെയ്യരുത്, ഡി എസ്കലേഷൻ നടക്കണം. ഇതേ സമയം തന്നെ അമേരിക്കയുമായിട്ട് ബാക്ക്ഡോർ ടോക്സ്, അതായത് പുറം വാതിൽ സംഭാഷണം നടക്കുകയായിരുന്നു ഇറാനുമായിട്ട്. അതായത് ഇറാൻ ഒരു കംപ്ലീറ്റ് ട്രൂസിന് തയ്യാറാണ്. അവർക്ക് പോയ നഷ്ടം മുഴുവനും നികത്തണം. ഇതാണ് അവിടുത്തെ ഇഷ്യൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് പല സ്ട്രാറ്റജിക് ഇൻ്റർനാഷണൽ ഒപ്പീനിയൻ വരുന്നത്. ഫ്യൂച്ചറിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ കാണാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ പോകുന്നത് അമേരിക്കയും ഇറാനും ഡിപ്ലോമാറ്റിക് ഓഫീസുകൾ തുറക്കാൻ പോകുന്ന ഇതിൻ്റെ സൂചനകളാണ് വരുന്നത്. അതായത് ഇറാന് സാങ്ഷനും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ആ രീതിയിലായിട്ടുണ്ട് ആ രാജ്യം. കാരണം അവർക്കെല്ലാം നഷ്ടങ്ങൾ തന്നെയാണ്. ഇപ്പം ഈ സുന്നി ഷിയ ഇഷ്യൂവിൽ നിങ്ങൾക്കറിയാവുന്ന വസ്തുത, ഇവർ തമ്മിൽ ബിറ്റർ എനിമീസാണ്. ഇവർ തമ്മിൽ ഒരിക്കലും അടുക്കാൻ പറ്റത്തില്ല. ആ രീതിയിലായിട്ടുണ്ട്. ഇപ്പം ഒസാമ ബിൻ ലാഡൻ ആണെങ്കിലും അബൂബക്കർ ബാഗ്ദാദി ആണെങ്കിലും ഇവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്നത് ഷിയയാണ്. കാരണം ആ റീജിയൻ്റെ ഇഷ്യൂ ആണ്. കാരണം എനിക്കറിയത്തില്ല, ഈ മതത്തിൻ്റെ പ്രശ്നമാണ് അതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർ തമ്മിൽ ഒരിക്കലും അടുക്കത്തില്ല. അവസരം കിട്ടുമ്പോഴെല്ലാം സുന്നി ടെററിസ്റ്റുകൾ ഷിയാക്കാരെ, അതായത് ഇറാനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് ഇറാൻ അമേരിക്കയുമായിട്ട് വീണ്ടും ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിന് ശ്രമിക്കുന്നു. കാരണം അമേരിക്കയ്ക്കും താല്പര്യമുണ്ട്. കാരണം അമേരിക്കയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. അതായത് ഷാ ഭരണകൂടത്തെ പുറത്താക്കി ഖൊമൈനിയെ ഇറാനിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചതിൻ്റെ പിറകിൽ അമേരിക്കൻ പൊളിറ്റിക്സ് ആയിരുന്നു ഏറ്റവും പ്രാധാന്യം. കാരണം അമേരിക്കയാണ് ആ ഗെയിം മുഴുവനും കളിച്ചത്. അതിൽ നഷ്ടമുണ്ടായേക്കുന്ന അമേരിക്കയ്ക്ക് മാത്രമാണ്. കാരണം ഇപ്പം അതിനെപ്പറ്റിയുള്ള സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകൾ പറയുന്നത്, ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് സുന്നികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എല്ലാ രാജ്യങ്ങളും സുന്നികൾ കൂടുതലുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ സൗദി ആണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അവിടുത്തെ ഭരണാധികാരികൾ മാത്രമേ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ.
അവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും അമേരിക്കയും ഇസ്രായേലിനെ എതിർക്കുകയാണ്. പക്ഷെ നേരത്തെ അതിനു മുമ്പ് ഷാ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെയുള്ള ജനങ്ങളുടെ വൻ സപ്പോർട്ട് അമേരിക്കയ്ക്ക് കിട്ടിയിരുന്നു. അപ്പം എന്തുകൊണ്ട് ഷിയയുമായിട്ട് ഇറാനുമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ, നല്ല റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സുന്നി രാജ്യങ്ങളെ ഏതാണ്ട് മാറ്റി നിർത്താൻ സാധിക്കും. ഇതാണ് അവരെയും ചിന്തിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് പറയുന്നത് ജിയോ പൊളിറ്റിക്സ് ചേഞ്ച് ആകുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ സൗദി അറേബ്യ, UAE അതേപോലെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയാണ് നെഗോഷിയേറ്റ് ചെയ്ത് ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്. അത് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത സംഭവമായിരുന്നു. കാരണം ഇതേ അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഷിയ ഭരണകൂടമായ ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിക്കൂടെ? ഇതാണ് ചോദ്യം. ഇതെന്തുകൊണ്ട് ഇസ്രായേലുമായിട്ട് ഉണ്ടായിക്കൂടെ? അതായത് ഈജിപ്റ്റ് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും അതിനടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഈ ഇറാനെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു ഘടകം, ഈജിപ്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞിടയ്ക്ക് വളരെ മോശമായി. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഈജിപ്തിനെ സഹായിക്കുവാൻ വേണ്ടി, സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും സഹായിക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ ഒന്നടങ്കമാണ് കൈറോയിൽ വന്ന് സംഭാഷണം നടത്തി ലോൺ കൊടുക്കുകയും IMFൻ്റെ ലോൺ കൊടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും വേൾഡ് ബാങ്കിൻ്റെ സപ്പോർട്ട് വരികയും ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഇറാനൊരു തോന്നലുണ്ടായത്, എന്തുകൊണ്ട് ഞങ്ങൾക്കും ഇത് കിട്ടിക്കൂടാ? കാരണം ഇതെല്ലാം കിട്ടാൻ വേണ്ടി എലിജിബിളാണ് ഇറാൻ എല്ലാ രീതിയിലും. ഇതേപോലെയുള്ള രാജ്യങ്ങളുമായിട്ടും ഗ്ലോബൽ രാജ്യങ്ങളുമായിട്ടും ഒരു ബന്ധമുണ്ടെങ്കിൽ, ഈ ഓയിലിന് ലോകത്ത് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന രാജ്യമാണ് ഇറാൻ. കാരണം സാങ്ഷൻ്റെ കാര്യത്തിൽ ഏകദേശം $30 താഴെയാണ്, $90-100 ബാരലിന് വിലയുള്ളപ്പോൾ ഇറാൻ ഈ ഓയിൽ കൊടുക്കുന്നത്. അതും യുണൈറ്റഡ് നേഷൻ്റെ ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ്, ഓയിൽ ഫോർ ഫുഡ്. അപ്പം അവരുടെ പ്രൊഡക്ഷനായ ഓയിലിന് പണം കിട്ടുന്നില്ല. ഇതേപോലെ സാങ്ഷൻ കൊണ്ട് ആ രാജ്യത്തിന് യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. ഈ രീതിയിലുള്ള പോക്ക് മതിയാക്കണമെന്നുള്ള തോന്നൽ കാരണം കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇറാനിലുണ്ടായിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ഇടപെടുന്ന ഇസ്രായേലുമായിട്ടുള്ള ഇഷ്യൂവിൽ. അമേരിക്ക ഇറാന് വേണ്ടി ബാക്ക്ഡോർ ടോക്സ് നടത്തുന്നു. അപ്പം ഇറാന് തന്നെ താല്പര്യമുണ്ട്. കാരണം അവർക്ക് ഹമാസുമായിട്ട് സംസാരിച്ച് ഹോസ്റ്റേജസിനെ വിടാൻ അവർക്ക് കഴിയുമെന്ന് വരെയാണ് ഈ എക്സ്പെർട്ടൈസ് പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന വെസ്റ്റ് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും മാറാൻ പോവുകയാണ്. അതിൻ്റെ ചലനങ്ങളാണ് ആദ്യം കണ്ട ചലനമെന്ന് പറയുന്നത് ഖത്തർ ഈ ഹമാസിനെ പുറത്താക്കുന്നു. ഇറാൻ മുമ്പോട്ട് വരികയാണ്. കാരണം അവർക്ക് ഒരു രാജ്യം ഇനി ആരുമായിട്ട് യുദ്ധം ചെയ്യാനോ ഇതേപോലെ പ്രോക്സികളെ സൃഷ്ടിക്കുവാൻ അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർക്ക് ലോകത്തിൻ്റെ കൂടെ അല്ല ഗ്ലോബൽ ഓർഡറിൻ്റെ കൂടെ പോകാനുള്ള താല്പര്യം. മനസ്സിലാക്കുക, ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇറാൻ ഇതൊക്കെ മതിയാക്കാൻ തീരുമാനിച്ചു. അവർക്ക് യുദ്ധത്തിന് താല്പര്യമില്ല, മറ്റുള്ള സംഭവങ്ങൾക്ക് താല്പര്യമില്ല. കാരണം അവിടുത്തെ ജനറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ബേസിക്കലി വിശ്വാസികളല്ല. ഏറ്റവും കൂടുതൽ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ആൻറ്റി ബിലീഫ്സാണ്. കാരണം വിശ്വാസികളല്ല. ഇതെല്ലാ ഘടകങ്ങളുണ്ട്. പിന്നെ സുന്നികളുടെ ഒരു പ്രശ്നം. ഇതെല്ലാം കൊണ്ട് പോയിട്ട് ഗ്ലോബൽ ഓർഡറിൽ ലോകരാജ്യങ്ങളുമായിട്ടും അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും നല്ല ബന്ധത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ മാറ്റം ഏറ്റവും കൂടുതൽ മാറ്റങ്ങളുണ്ടാകാൻ പോകുന്നത് ഇറാനിലാണെന്ന് വിശ്വസിക്കുന്ന ഇറാനിയൻ ഭരണകർത്താക്കൾ ഇന്ന് ടെഹ്റാനിലുണ്ട്. അതാണ് പല ആർട്ടിക്കിളിലും ഒപ്പീനിയൻ്റെ അകത്തും പ്രധാനമായിട്ടും എടുത്ത് കണ്ടുവരുന്നത്.